ഓഗസ്റ്റ് 12 19-ാം ആഴ്ചയിലെ ബുധനാഴ്ച. മത്തായി 18:15 മുതൽ 20 വരെ വാക്യങ്ങൾ. ഒരു ദിവസം വാഷിംഗ്ടൺ DC-യിലെ ഒരു പള്ളിയിൽ ഫോൺ മുഴങ്ങി. മറുവശത്ത് നിന്ന് ഒരു ശബ്ദം: ഞായറാഴ്ചത്തെ ശുശ്രൂഷകളിൽ പ്രസിഡന്റ് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ? പാസ്റ്റർ മറുപടി പറഞ്ഞു: പ്രസിഡന്റിൻ്റെ പദ്ധതികൾ എന്താണെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ യേശു അവിടെ ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്നുവെന്ന് എനിക്കറിയാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ ഇടയിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നാം ഓരോ തവണയും കൂടുമ്പോൾ യേശു നമ്മോടൊപ്പം കൂടി വരുന്നു എന്നത് മറക്കരുത്. കർത്താവിൻ്റെ വചനം കേൾക്കാനും, കർത്താവിൻ്റെ അത്താഴം കഴിക്കാനും, കർത്താവിൻ്റെ നാമത്തിൽ അവിടുത്തെ മേശയിൽ നാം ഓരോ തവണയും ഒരുമിച്ച് കൂടുമ്പോൾ സംഭവിക്കുന്ന വലിയ ഒരു രഹസ്യമാണിത്. നാം അവൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ യേശു നമുക്ക് തൻ്റെ സാന്നിധ്യം ഉറപ്പു നൽകുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഞാൻ അവരുടെ മധ്യേ ഉണ്ടായിരിക്കും. പ്രാർത്ഥനയിൽ ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ വാഗ്ദാനം. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും ഇടപെടലും തേടി നാം ഒന്നിച്ചു കൂടുമ്പോൾ നമ്മുടെ കൂട്ടായ പ്രാർത്ഥനകൾക്ക് മാറ്റം വരുത്താനുള്ള ശക്തിയുണ്ട്. നമ്മുടെ ഇടയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം ആശ്വാസവും ഉറപ്പും സംഘർഷങ്ങളെ നേരിടാനും പരിഹരിക്കാനുമുള്ള ശക്തിയും നൽകുന്നു. വിനയം, ബഹുമാനം, സ്നേഹം എന്നിവയോടെ അനുരഞ്ജനം പിന്തുടരാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. കൃപ നൽകിക്കൊണ്ട് സമൂഹ നിലവാരം ഉയർത്തിപ്പിടിക്കാനും പുനഃസ്ഥാപനം നിരന്തരം തേടാനും യേശു നമ്മെ വെല്ലുവിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സംഘർഷങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ പ്രാർത്ഥനയിലെ ഐക്യത്തിൻ്റെ ശക്തിയും യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറപ്പും നമുക്ക് ഓർമ്മിക്കാം. അത് നമ്മെ ഐക്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.